ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസ് മനസ്സിലെ ശക്തി, ഇത്തരം വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മിക്ക നെഗറ്റീവ് സംഭവങ്ങളും നമ്മൾ തന്നെ ആകർഷിക്കുന്നതാണ് എന്നാണ്. പലപ്പോഴും അറിയാതെയാണെന്ന് മാത്രം. പക്ഷേ അറിയാതെയാണെങ്കിലും നമ്മൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ജീവിതം, എന്തൊക്കെയുണ്ട് വിശേഷം? മിക്ക ആൾക്കാരും പറയുന്ന മറുപടി എന്താണ്? കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും എല്ലാം നന്നായി പോകുന്നു, സുഖമാണ്, സന്തോഷമാണ് എന്ന് പറയാറേയില്ല. വളരെ അപൂർവമായിട്ടാണ് ഒരാൾ അങ്ങനെ ഒരു മറുപടി തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലപ്പോൾ നിങ്ങൾ സ്വയവും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇതിനേക്കാളും വലിയൊരു ചോദ്യം, കുറേ കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യം, നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരവാണ് തരിക? നിർഭാഗ്യവശാൽ മിക്ക ആൾക്കാരുടെ ഉത്തരത്തിലും നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും. മിക്ക ആൾക്കാരുടെ ഉത്തരവും ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം കിട്ടിയാൽ മതി, കടമൊന്നുമില്ലാത്തൊരു ജീവിതം കിട്ടിയാൽ മതി, അസുഖങ്ങളില്ലാത്തൊരു ജീവിതം കിട്ടിയാൽ മതി. ശരിയല്ലേ? വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം കൃത്യമായി പറയുന്നത്. മിക്ക ആൾക്കാരും അതില്ലായിരുന്നുവെങ്കിൽ, ഇതില്ലായിരുന്നുവെങ്കിൽ, അതങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് പറയുക. അവരുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആവാത്ത, അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പോകാത്ത ഏതെങ്കിലും ഒരു സംഭവത്തെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് അതില്ലായിരുന്നുവെങ്കിൽ എന്നായിരിക്കും അവരുടെ ആഗ്രഹം. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണ്? ഇവർ പറയുന്നത് എന്തെന്നോ? നോക്കൂ, മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണോ അതല്ല. അത് ആകർഷിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരം സൂക്ഷിക്കുന്നത് എന്ത് തരം ചിന്തകളാണ്, എന്ത് തരം ചിത്രങ്ങളാണ്, ഇതിനൊക്കെയുള്ള ഇമോഷൻ എന്താണ്, ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഫീലിംഗ് എന്താണ്, അതിനെയാണ്. നോക്കൂ, പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിന് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, നമുക്ക് വേണ്ടതെന്ത്, നമുക്ക് വേണ്ടാത്തതെന്ത്, ഇതൊന്നും തമ്മിൽ തിരിച്ചറിയാൻ അറിയില്ല എന്നാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരം ഫോക്കസ് എന്തിൽ കൊടുക്കുന്നുവോ അതിനിപ്പോൾ എന്തായിരുന്നാലും, നിങ്ങൾക്ക് എത്ര ദോഷം കൊണ്ടുവരുന്നൊരു വസ്തുവായിരുന്നാലും അതിനെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നാൽ, അതിനെക്കുറിച്ച് ഓർത്ത് ഭയന്നിരുന്നാൽ, പേടിച്ചിരുന്നാൽ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം 24 മണിക്കൂറും നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നോക്കൂ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധമുള്ള ചിന്തയുണ്ട്. എല്ലാ ചിന്തകൾക്കും അതുമായി ബന്ധമുള്ള ചിത്രമുണ്ട്. ശരിയല്ലേ? നമുക്ക് ചിത്രങ്ങളില്ലാതെ ചിന്തിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. മിക്ക ചിന്തകൾക്കും ഒരു ചിത്രം അസോസിയേറ്റഡ് ആണ്. ഓരോ പ്രാവശ്യവും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ചിത്രങ്ങൾ വരുന്നു. ഒപ്പം പവർഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസും, ഭയം, വിഷമം, ടെൻഷൻ, ഇതും അതിനോടൊപ്പം ചേരുന്നു. പറയുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂളാണെന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് മോശമായ സാഹചര്യങ്ങളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ദിവസത്തിൽ ഒരല്പം നേരം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും ബാക്കി മുഴുവൻ നേരവും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും വരാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് വെറുതെ ഓർക്കുകയാണ് പതിവ്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ പവർഫുള്ളായൊരു ഇമോഷനുണ്ട്. പേടിയുണ്ടാവും, വിഷമമുണ്ടാവും, ടെൻഷനുണ്ടാവും. ഇത് കാര്യങ്ങളെ കൂടുതൽ പവർഫുള്ളാക്കും. ഇതുകൊണ്ടാണത്രേ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇതാണ്: worrying is negative prayer. Worrying is nothing but a prayer to invite negative situations in life. ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ആകർഷിക്കാനുള്ള ഒരു വഴിയാണ്, ഒരു പ്രാർത്ഥനയാണ് ഭയം.